പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ പേര് പാസ്റ്റർ ജോളി ലാസർ. എല്ലാവർക്കും ഗ്രീറ്റിംഗ്സ് ഫ്രം ഷെയ്ഖ് നേഷൻസ് UK. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് മലയാളം മെസ്സേജ് അല്പം താമസിച്ചു. ഇംഗ്ലീഷ് മെസ്സേജ് തുടങ്ങി അല്പം താമസിച്ചായിരുന്നേ, അതുകൊണ്ട് അല്പം താമസിച്ചു. അതുകൊണ്ട് തന്നെ ഒരു 10-20 അല്ലെങ്കിൽ 25 മിനിറ്റ് അരമണിക്കൂർ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ ശക്തി നമുക്ക് അനുഭവിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് ഇടവരട്ടെ. പ്രൈസ് ദി ലോർഡ്. അവർ ഗോഡ് വിൽ ഹെൽപ്പ് യു to go ahead with the mighty power of Holy Spirit. Praise the Lord. So that we can sing a song. I want to do few shares, okay? So that please share these videos. This will be an amazing section. Praise the Lord. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അനുകൃപ നിങ്ങളിലേക്ക് വരും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പാട്ട് കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. ആരാധ്യൻ യേശുപര വണങ്ങുന്നു ഞാൻ പ്രിയനേ. ആരാധ്യൻ യേശുപര വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിലും നിൻമുഖമൻ ഹൃദയത്തിലാ ുന്നതറിയുന്നു ഞാൻ. Everybody sing a song. ആരാധ്യൻ യേശുവര തേജസ്സിലും നിൻമുഖമൻ ആശ്ലേഷം മരുന്നു ആശ്ലേഷം പകരുന്നു ബലം എന്നിൽ. ആരാധ്യൻ യേശുപര വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിലും നിൻമുഖമൻ ഹൃദയത്തിലാനന്ദമേ.
മോഹമൻ ഹൃദയത്തിലാനന്ദമേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പാട്ട് ഇവിടെ വെച്ച് നിർത്തി. കാരണം വെച്ച് കഴിഞ്ഞാൽ അല്പം ലേറ്റായി തുടങ്ങിയതേ. അപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് എനിക്കിപ്പം ഇവിടുത്തെ ഈ ടോക്ക് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് ടോക്ക് അവരുടെ ലേറ്റായിട്ട് തുടങ്ങിയത്. ഇംഗ്ലീഷ് ടോക്ക് തുടങ്ങിയത് എത്ര മണിക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റാർട്ടഡ് അറൗണ്ട് 5:30. ഓക്കെ, നോർമലി വി ആർ സ്റ്റാർട്ടിങ് 6 o'clock, ഹാഫ് ആൻ അവർ 30 minutes ലേറ്റ് നിയർലി. അതുകൊണ്ടാണ് മലയാളം മെസ്സേജ് അല്പം ലേറ്റായത്. അപ്പോൾ ഞാൻ റെസ്റ്റ് എടുക്കാതെ തുടങ്ങുന്നത്. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് നൈജീരിയൻ പാസ്റ്റേഴ്സായിട്ട് കോൺഫറൻസ് ഉണ്ട്. ഐ ഹാവ് കോൺഫറൻസ് വിത്ത് നൈജീരിയൻ പാസ്റ്റേഴ്സ്, വീഡിയോ കോൺഫറൻസ്. ഐ വാണ്ട് ടു എൻകറേജ് ദം ഇൻ ക്രൈസ്റ്റ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ 1.5 മണിക്കൂർ ഐ വിൽ ബി പ്രീച്ചിങ് 30 minutes. ഓക്കെ, എവരിബഡി പ്ലീസ് ഷെയർ ദീസ് വീഡിയോസ്. എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുന്ന എല്ലാവരും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കർത്താവ് വൻ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ പേര് പാസ്റ്റർ ജോളി ലാസർ. ഞാൻ ഷെയ്ക്ക് ദ നേഷൻസിൻ്റെ കർത്താവ് ഷെയ്ക്ക് ദ നേഷൻസ് എന്ന മിനിസ്ട്രി വഴിയായിട്ട് കർത്താവിൻ്റെ വചനം ഷെയർ ചെയ്യുവാൻ എനിക്ക് ശക്തി തരുന്നു. ഈ ശക്തിയാൽ കർത്താവിൻ്റെ വചനം സാധിക്കുന്നത്ര ആൾക്കാരെ അടുത്ത് അങ്ങ് ഷെയർ ചെയ്യുന്നു. കേൾക്കുന്നവർ കേൾക്കട്ടെ, കേൾക്കാത്തവർ കേൾക്കണ്ട, അതെന്നെ ബാധിക്കുന്ന കാര്യമല്ല. അറിയത്തല്ലോട്ട് ആൾക്കാർ കേൾക്കുന്നവർ കേൾക്കട്ടെ, കേൾക്കണ്ട. കർത്താവിൻ്റെ വചനം സ്പ്രെഡ് ചെയ്യുക, അത് തന്നെ. പ്രൈസ് ആൻഡ് സ്പ്രെഡിങ് ദ വേർഡ് ഓഫ് ഗോഡ്. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ വചനം കേൾക്കുന്ന നിങ്ങളെല്ലാവരും പരിശുദ്ധാത്മാവ് തോന്നി നിങ്ങൾ ഷെയർ ചെയ്യണം. പ്രൈസ് ലോർഡ്. രക്ഷിക്കപ്പെട്ട ദൈവതയാണ് ഈ വചനം നിങ്ങൾ ഷെയർ ചെയ്യണം. പ്രൈസ് ലോർഡ്. വചനം എത്തണം, എല്ലാവരിലേക്കും വചനം എത്തണം. ആര് വചനം പ്രസംഗിക്കും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. We have to share the gospel. First of all, I want to encourage to all the people. Sister Shalini joined, right? God bless you. The people, those who are not able to talk Malayalam, I will be explaining the content, the chapter and the words in English. Rest of the things I will be explaining in Malayalam so that you can follow what I am talking. Praise the Lord. Hallelujah. Sister Shiny, God bless you. Brother Robin, God bless you. Jancy Isaac, God bless you. Sanjeev Matthew, God bless you. You are watching online. Joyce Calvary, God bless you. Thank you very much. I will be visiting this year. I have planned to visit എനിക്ക് ഇൻ മിഡിൽ ഈസ്റ്റ്. ഈ വർഷത്തിൻ്റെ അവസാനത്തിനുള്ളിൽ തന്നെ എനിക്ക് ഗൾഫ് രാജ്യങ്ങളെ സന്ദർശിച്ച് കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കാൻ ആഗ്രഹിക്കുന്നു. But those who are in Gulf, please join with me. Merlin, Justin, God bless you. Aju Varghese, God bless you. Aju Varghese, God bless you. I will come in your city to preach the gospel soon. Praise the Lord. Roni, Ethop, God bless you. Sanjay Thomas, Roni. Abhi Thangachan, God bless you. God bless you. Abhi Thangachan, God bless you. Sonia Thomas, God bless you. Tabitha, God bless you. You cannot get anything. This is a Malayalam section. So one day I will talk in Romanian language, your language. If I don't, I will write it and read. This is what I'm going to do. Praise the Lord. I want to spread the gospel to all the nations. Whether I know the language or not doesn't matter. Praise the Lord. I will write and send it. അതുപോലെ തന്നെ നമ്മുടെ ഇംഗ്ലീഷ് സെക്ഷൻ what I'm going to do, this English section will be an amazing session. This is non-stop. Praise the Lord. അത് നിർത്താൻ പറ്റത്തില്ലാതെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ പോകുന്നതാണ് ഇംഗ്ലീഷ് സെക്ഷൻ. ലോകത്തിലെ എല്ലാ ദൈവദാസന്മാരുടെ വേദി പങ്കിടും. ബെന്നിങ്ങിൻ അടക്കം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ ക്രിസ് അടക്കം, TV ജോഷു അടക്കം ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഷെയ്ക്ക് ദ നേഷൻസ് വേദി പങ്കിടാനായിട്ട്. ഇന്ത്യയിലും ദൈവദാസന്മാർ മൊത്തം ഓൾറെഡി ഇൻവൈറ്റഡ് ആണ് എല്ലാവരും. All are waiting one by one. All the men of God and women of God, they are waiting on the way. They are in the waiting list. And the 2 months I have got appointment. But I want to talk with the sister right now. So we will do accordingly. We will arrange everything. So
This will be an amazing session. If you have any testimony, contact me. Anybody from India, please contact Sister Shalini, praise the Lord, and or to me. This will be an amazing session. എല്ലാവർക്കും ഈ ഫ്ലൈറ്റ് പോയിന്റിലേക്ക് വരാൻ പറ്റും. കർത്താവിൻ്റെ വചനം നമുക്ക് സ്പ്രെഡ് ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. സോ കർത്താവിൻ്റെ വചനം ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള ഒരേ ഒരു കാര്യം, നമ്മുടെ അതോറിറ്റി ചുരുങ്ങിയ ടൈമിൽ 20 മിനിറ്റുള്ളിൽ, നോർമലി ഐ വാസ് ടോക്കിംഗ് 1 hour, ഓക്കെ, 1 മണിക്കൂർ ഞാൻ പ്രസംഗിക്കുന്നായിരുന്നു. ഇപ്പം 20 മിനിറ്റ് കൊണ്ട് കർത്താവിൻ്റെ വചനം പ്രതീക്ഷ തീർക്കണം. അടുത്ത കോൺഫറൻസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 9:30 കോൺഫറൻസ് ഉണ്ട്. എനിക്ക് ഐ വോണ്ട് ടു ടേക്ക് ലിറ്റിൽ ബിറ്റ് ലെറ്റ്സ് 5 or 10 minutes റെസ്റ്റ്. ജസ്റ്റ് ഞാൻ പറയുന്ന ജസ്റ്റ് ഐ വോണ്ട് ടു റീഡ് ലൂക്ക് ചാപ്റ്റർ 10 verses 19. ഇതിൽ പറയുവാണേ, നമ്മൾ നോക്കണം, കർത്താവ് തന്ന അതോറിറ്റിയാണ്. ദിസ് അതോറിറ്റി വിച്ച് അവർ ഗോഡ് ഹസ് ഗിവൻ ടു അസ്. എൽദോ തോമസ്, ഗോഡ് ബ്ലസ് യു. ബെജു മന്ന, ഗോഡ് ബ്ലസ് യു. ഓക്കെ, എവരിബഡി ഗോഡ് ബ്ലസ് യു. ഇതിൽ പറയുവാണേ, പാമ്പുകളെയും ബിഹോൾഡ് ഐ ഗേവ് യു ദ അതോറിറ്റി ടു ട്രാമ്പിൾ on serpents and scorpions and over all the powers of the enemy, and nothing shall by any means hurt you. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും. പ്രൈസ് ലോർഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ചുറ്റുപാടത്തുള്ള അവിടെയുള്ള പ്രശ്നങ്ങളെ മാനേജ് ചെയ്യാൻ മാത്രമല്ല കർത്താവ് നമുക്ക് അധികാരം തന്നിരിക്കുന്നത്. കർത്താവ് നമുക്ക് അധികാരം തന്നിരിക്കുന്നത് എവിടെ പോയി കഴിഞ്ഞാൽ അവിടെ മൊത്തം അധികാരത്തോടു കൂടി ഡൊമീനിയൻ പവറാണ് കർത്താവ് തന്നിരിക്കുന്നത്. ഡൊമീനിയൻ പവർ കുറിച്ച് വെച്ചോ. You have got the dominion power. ചുമ്മാ അധികാരമല്ല, നിങ്ങളുടെ കയ്യിൽ വെപ്പണമുണ്ട്, നമ്മുടെ കയ്യിൽ വെപ്പണമുണ്ട്. ആയുധത്തോട് കൂടിയ ശക്തമായ അതോറിറ്റി കർത്താവ് നമുക്ക് തന്നിരിക്കുന്നേ. പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അവിടെ ഇവിടെയും പത്രി കളിക്കരുത് നമ്മളാരും. കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ലോകത്ത് എത്ര പേര് ആത്മഹത്യ ചെയ്യുന്നത്? 100 കണക്കിന് ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നു. അവർ ആരെങ്കിലും ഒരു കർത്താവിൻ്റെ വചനം ഒരു സമയം അവർ അറിഞ്ഞുവെങ്കിൽ, കർത്താവിൻ്റെ ശക്തി അറിഞ്ഞുവെങ്കിൽ അവർ ആത്മഹത്യ ചെയ്യത്തില്ല. പ്രിയമുള്ളവരെ, അവരുടെ ആത്മാവ് നഷ്ടപ്പെട്ടില്ലേ? ഒരു നേരം നമ്മുടെ ഈ വചനം ആരെങ്കിലും അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ അവർ ആത്മഹത്യ ചെയ്യത്തില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം അവർ നോക്കുന്ന ഈ ലോകത്തിലെ സമ്പത്താണ്. The money is greater than everything they are thinking. They are not looking at their soul, the value of their soul. ഈ ലോകത്തിൽ നിന്ന് കാണുന്ന എല്ലാം എന്തൊക്കെ നമ്മൾ നേടിയിട്ടുണ്ടോ, ഇതെല്ലാം വിട്ട് നമ്മൾ ഒരു നാൾ ഓടും. We will get die one day. Whether we will go to hell or heaven, you have to decide. നിങ്ങൾ ചിന്തിക്കണം അത്. Praise the Lord. കർത്താവിനെ അറിയേണ്ട കാലത്ത് കർത്താവിനെ അറിയാൻ പറ്റത്തുള്ളൂ. മരിച്ച് കുഴി പോയി കഴിഞ്ഞാൽ കർത്താവിനെ വിളിക്കാൻ പറ്റത്തില്ല. ഇന്ന് കർത്താവിൻ്റെ വചനം പ്രസംഗിക്കണം, എല്ലാവരും കളിയാക്കുന്നു, നിന്ദിക്കുന്നു. എന്നെ കളിയാക്കാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല, തെറി പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ മൈൻഡ് ചെയ്യാറില്ല. കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാൻ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കും, ഞാൻ മൈൻഡ് ചെയ്യാറില്ല ആരെയും. അതെൻ്റെ പോളിസി. ഇപ്പോൾ സ്റ്റേറ്റ് പ്രസംഗിച്ച് കഴിഞ്ഞാലും എവിടെ പ്രസംഗിക്കും ഒരു വ്യക്തിയെ മൈൻഡ് ചെയ്യാറില്ല. എന്നെ പിടിച്ച് തള്ളിയാലും ഞാൻ ഇങ്ങനെ പോരും, ഒന്നും പറയാനൊന്നും നിൽക്കത്തൊന്നുമില്ല, ഞാൻ തിരിച്ചു പോരും. അവരോട് കർത്താവ് ചോദിക്കും. ഇന്നവരാരും തള്ളാനും വന്നിട്ട്, തള്ളാൻ വന്ന ആൾക്കാരെ പോലീസ് പിടിച്ചു. പ്രൈസ് ദി ലോർഡ്. ദെർ ഇസ് എ ലോ ഇൻ ദിസ് കൺട്രി. ഞാൻ പറഞ്ഞു വരുന്നത്, കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുന്ന ദൈവദാസന്മാർ ഈ അതോറിറ്റി മനസ്സിലാക്കിയാൽ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം, പുറത്തിറങ്ങണം. ഇന്ന് ചർച്ചുകളെ ഷെയ്ക്ക് ദ നേഷൻസ് എൻകറേജ് ചെയ്യുന്നത് ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക അഭിഷേകത്താലും ശക്തിയിലുമാണ്. ഐ ഗോട്ട് ദ റെവലേഷൻ ഫ്രം ദ ഹോളി സ്പിരിറ്റ് ടു എൻകറേജ് ഓൾ ദ മിനിസ്റ്റേഴ്സ്, എൻകറേജ് ഓൾ ദ ചർച്ചസ്. ദിസ് ഈസ് എ എൻഡ് ടൈം സാൽവേഷൻ. വി ഹാവ് ടു ഹോൾഡ് അവർ ഹാൻഡ് ടുഗദർ and something greater things for God. Praise the Lord. അതാ ചെയ്യേണ്ടത്. ആരെയും നമ്മൾ വഞ്ചിക്കാനോ നമ്മളൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. ഇന്നൊക്കെ ഓരോരുത്തരൊക്കെ ഇതിൻ്റെ വചനത്തിൽ പറയുന്നില്ലേ, പറയാൻ പരിശുദ്ധാത്മ ഫുഷ് ചെയ്താൽ പറയുന്നതാണേ. നമ്മളൊക്കെ ഇപ്പോൾ ഇതുവരെയാണ് പാമ്പുകളെയും ഇന്ന് അധികം കുറച്ച് വായിക്കണമെന്ന് വിചാരിച്ചിരുന്നു, അധികം സെക്ഷനിൽ പരിശുദ്ധാത്മാനെ കൊണ്ടുപോകത്തില്ല. ഓക്കെ,
വേറെ കാര്യങ്ങൾ പറയാനായിട്ട് വരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. ഈ മലയാള സെക്ഷൻ എടുത്ത് നാട്ടിൽ വീട്ടിൽ കേൾക്കുന്ന അമ്മാമ്മമാർ എന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങൾ കന്നാലിനെ നോക്കി ആടിനെ നോക്കി വീട്ടിൽ ഇരിക്കാനല്ല കർത്താവ് നിങ്ങൾ വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കന്നാലിനെ നോക്കിയും കോഴീനെ നോക്കി വീട്ടിൽ ഇരിക്കാനല്ല കർത്താവ് നിങ്ങൾ വിളിച്ചിരിക്കുന്നത്. അതിനൊക്കെ നോക്കണം. ലോക്ക്ഡൗൺ വന്നു വിചാരിച്ച് വീട്ടിൽ ചുമ്മാ ഇരിക്കാനല്ല കർത്താവ് നിങ്ങൾ വിളിച്ചിരിക്കുന്നത്. ബൈബിൾ ഒരു അധ്യായം വെച്ച് ബൈബിൾ നിങ്ങൾ വായിക്കണം. എൻ്റെ വീട്ടിൽ പിന്നെ ഇന്ന് വീട്ടിൽ വിളിച്ച് അവർക്ക് കന്നാലിയൊക്കെ ഉണ്ട്. പ്രൈസിലോ കന്നാലിയുണ്ട്, അതേപോലെ ആടിയൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ വീട്ടിലെല്ലാവരും കാത്തലിക്സ്, എൻ്റെ വീട്ടിലെല്ലാവരും കാത്തലിക്സാണ്. ഞാൻ മാത്രം ബോൺ അഗെയിൻ കർത്താവിനെ രക്ഷയോട് സ്നാനപ്പെട്ടു. ഓൾ ആർ ഇൻ കാത്തലിക്സ് ബാക്ക്ഗ്രൗണ്ട്, ഓൺലി ബോൺ അഗെയിൻ ആൻഡ് ബാപ്റ്റിസ്റ്റ്. പ്രൈസിലോ ഞാൻ അവർ പറഞ്ഞ കന്നാലിനൊക്കെ നോക്കുക. അപ്പോൾ ലോക്ക്ഡൗൺ ആയ കാരണം ഇപ്പോൾ പ്രാർത്ഥനയ്ക്കൊന്നും പോകാൻ പറ്റുന്നില്ല കന്നാലിന്. ഞാനൊന്നും പറയാൻ പോയില്ല, കാരണം പരിശുദ്ധാത്മാവർക്ക് കൊടുക്കും. കാരണം വെച്ചാൽ എനിക്ക് കന്നാലി കൊണ്ട് കാര്യമൊന്നുമില്ല. പ്രൈസ് ലോർഡ്. പറമ്പൊക്കെ ഉണ്ട് അത്യാവശ്യം. കന്നാലിനൊക്കെ ഇതുകൊണ്ടൊന്നും കാര്യമില്ല. അത്യാവശ്യം ജീവിക്കാൻ വേണം, അല്ലെന്നുകൊണ്ട് വിറ്റ് കളഞ്ഞിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് ഒരു നിശ്ചിത സമയം കണ്ടെത്താൻ പറ്റുന്നില്ല, അതെല്ലാം വിറ്റ് കളയണം. കർത്താവ് നമുക്ക് വേറെ വഴി തരും, എന്നെ കേൾക്കുന്ന ആരാണെങ്കിലും. പ്രൈസ് ലോർഡ്. ദൈവ വേലയ്ക്ക് നമ്മൾ സമയം കണ്ടെത്തണം എല്ലാവരും. You should find the time to spend with God always. Praise the Lord. Hallelujah. കർത്താവിന് വേണ്ടി സമയം ഇപ്പം നമ്മൾ ഇത് സാത്താൻ്റെ ഏറ്റവും വലിയ തട്ടിപ്പാണേ. നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ജോലി തരും, നമ്മൾ ജോലിയാൽ കിടന്ന് ബുദ്ധിമുട്ട്. ഒരു ജോലിയും വേറെ ജോലി, അടുത്ത ഫോൺ കോൾ, ഇത് കഴിയുമ്പോൾ നമ്മുടെ ഗസ്റ്റ് വരും, ഇവർക്ക് ഭക്ഷണമാക്കി കൊടുക്കുക. അത് കഴിയുമ്പോൾ എന്തെങ്കിലും ക്ഷീണമാവും. വി വിൽ ഗെറ്റ് ടയേർഡ്. We will go to bed, and early morning we wake up, we will engage with some other things. We are not getting any time to pray. Praise the Lord. ഓഫീസിൽ പോയില്ല ഒരു ദിവസം നിങ്ങൾ ലീവ് എടുത്തിട്ട് കർത്താവിൻ്റെ വചനം വായിച്ച് വീടിയിരിക്കണം എല്ലാവരും. കർത്താവിൻ്റെ വചനം വായിച്ചിട്ട് ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുന്നില്ലാത്തവർ, we have to exercise the word of God. കർത്താവ് തന്ന അധികാരം എങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് അല്പം സീരിയസ് ആണ്. ടുഡേ ഐ ആം ടോക്കിംഗ് വിത്ത് ലിറ്റിൽ ബിറ്റ് സീരിയസ്ലി. എവറി ഡേ ഐ ആം ലിറ്റിൽ ബിറ്റ് ലാഫിംഗ്. ടുഡേ ഐ ആം നോട്ട് ലാഫിംഗ്. പ്രൈസ് ദി ലോർഡ്. സോ you should know our authority which our God has given to you. കർത്താവ് തന്നിരിക്കുന്ന അതോറിറ്റി നമ്മൾ അറിയണം. നമ്മൾ ഒരാൾ വഴി നൂറുകണക്കിന് ആൾക്കാർ കർത്താവിലേക്ക് വരാനായിട്ട് കർത്താവ് നമ്മളെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. രാജകീയ പുരോഹിത വംശമായിട്ട് കർത്താവ് നമ്മളെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. വിശുദ്ധ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായിട്ട് കർത്താവ് നമ്മളെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും നമ്മൾ അറിയണം. വി ആർ എലക്ട് ബൈ ഗോഡ്. ഈ തിരഞ്ഞെടുപ്പ് കർത്താവിന് നമ്മൾ കിട്ടിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ തിരഞ്ഞെടുപ്പ് നമ്മൾ അറിയുമ്പോൾ നമുക്കറിയാം, ഈ അപ്പോസ്തലൻ നമ്മളിപ്പം യോഹന്നാൻ സുവിശേഷം വായിക്കുകയാണെങ്കിൽ നമുക്കറിയാം. അപ്പോൾ മാത്യു ചാപ്റ്റർ 16 പറയുവാണേ. അപ്പോൾ യേശു ഫിലിപ്പീൻ്റെ കൈസരുടെ പ്രദേശത്തെത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരുടെ ജനങ്ങൾ, മാത്യു ചാപ്റ്റർ 16 വേഴ്സ് 13, ബുക്ക് ഓഫ് മാത്യു, ഗോസ്പൽ മാത്യു ചാപ്റ്റർ 16 വേഴ്സ് 13. ദിസ് ബൈബിൾ സേസ്, എന്താണ്, യേശുക്രിസ്തു ഫിലിപ്പീൻ്റെ കൈസരുടെ പ്രദേശം എത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. അത് പറയുകയാണെ, ചിലർ സ്നാപയോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ യെരമിയാവോ പ്രവാചകന്മാർ വേറെ ഒരുത്തരോ എന്നും പറയുന്നു. പ്രൈസ് ലോർഡ്. ഇതിപ്പോൾ മാത്യു ചാപ്റ്റർ 16 വേഴ്സസ് 15 പറയുവാണെ, നിങ്ങളോ, അതാണ് നിങ്ങൾ ആരാന്ന് പറയുന്നു, നിങ്ങളോ ആരെന്ന് പറയുന്നു എന്ന് കർത്താവ് ചോദിച്ചു. ശിഷ്യന്മാരോട് ചോദിച്ചു. ഇന്ന് എന്നെ കേൾക്കുന്ന ഈ പാസ്റ്റർമാരോടും ഈ ബിഷപ്പ്മാരോടും ഈ പോപ്പിനോടും അച്ഛന്മാരോടും കപ്പിയാരോടും എല്ലാം കർത്താവ് ചോദിക്കുക, നിങ്ങളെ ഞാൻ ആരാന്നാണ് പറയുന്നത്? സ്ട്രീറ്റിലേക്ക് ഇറങ്ങി ആരാ നിങ്ങൾ പറയും? വാട്ട് യു വിൽ ടോക്ക് എനിത്തിങ് അബൌട്ട്, വാട്ട് യു ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് മീ ഇൻ ദ സ്ട്രീറ്റ് ഓർ ഇൻ ദ പ്ലേസസ്? ഇൻ യുവർ ഹൗസ് യു വിൽ ടോക്ക്, ഓ ജീസസ് ക്രൈസ്റ്റ് ഈസ് മൈ ലോർഡ്. ഇഫ് യു ആർ ഗോയിങ് ഔട്ട്, can you talk like that? Praise the Lord. Hallelujah. In and out. ഇതാണ് ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസിൽ
ചാപ്റ്റർ അത് ഞാൻ പറഞ്ഞു തന്നെ, ഇത് ചാപ്റ്റർ 10 ചാപ്റ്റർ 7 സ്റ്റെഫാനോസിൻ്റെ മരണം. ചാപ്റ്റർ 8 സഭ ഭിന്നിക്കുന്നു. ഭിന്നിക്കുമല്ല, സഭ ചെതറുന്നു വെച്ച് കഴിഞ്ഞാൽ പ്രോസിക്യൂഷൻ കാരണം. 10 പല സ്ഥലങ്ങളിലും അപ്പോസ്തലന്മാരിങ്ങനെ ഓട്ടി നടക്കുകയാണ് കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാനായിട്ട്. ഓക്കെ, ആ തുടർമാനമായിട്ട് ജാതികളിലേക്ക് വചനം പോകുന്നു. കൊർന്നേലിയസിന് കർത്താവിൻ്റെ ദർശനം കിട്ടുന്നു. ആ തുടർമാനമായിട്ട് ഈ ദർശനത്താൽ പത്രോസിന് ദർശനം കിട്ടുന്നു. ഇത് ജാതികളിലേക്ക് സുവിശേഷം പോകണം. പ്രൈസ് ലോർഡ്. വെളിപാട് കിട്ടുന്നു. കൊർന്നേലിയസിൻ്റെ കുടുംബം കർത്താവിനെ സ്വീകരിക്കുന്നു, സ്നാനപ്പെടുന്നു. തുടർന്നായിട്ട് അപ്പോളോസിനെ സഭയിലേക്ക് അയക്കുന്നു. പ്രൈസ് ലോർഡ്. സഭ ശക്തിപ്പെടുന്നു. 1 by 1 ആയിട്ട് അവിടെയുള്ള എല്ലാവരും കർത്താവിനെ സ്വീകരിക്കുന്നു. അത്ഭുതങ്ങൾ നടക്കുന്നു. പ്രൈസ് ലോർഡ്. അവർ ഇൻ ആൻഡ് ഔട്ട് കർത്താവിനെ പ്രഘോഷിച്ചിരുന്നു. പ്രൈസ് ലോർഡ്. ഉള്ളിലും ഔട്ട്സൈഡിലും they were preaching the gospel in the inside and outside. Praise the Lord. Hallelujah. They were preaching gospel not only in the house, not only in the upper room, but they were preaching the gospel in front of the public. Praise the Lord. അതാണ് അവർ പബ്ലിക്കിൻ്റെ മുമ്പിൽ കർത്താവിനെ പ്രഘോഷിക്കായിരുന്നവർ എന്ന് പറഞ്ഞാൽ തന്നെ. ഇന്ന് കർത്താവിനെ വായിച്ചിരുന്ന് നമ്മൾ പബ്ലിക്കിന് മുമ്പിൽ കർത്താവിനെ പ്രഘോഷിച്ചേ മതിയാകത്തുള്ളൂ. അല്ലാതെ വേറെ ഒരു സൊല്യൂഷനും ഇല്ല അവരെയുള്ളവർ. നമ്മുടെ ഈ ഈ തട്ടിപ്പ് പരിപാടി എല്ലാം കർത്താവിനറിയാം. ഈ ക്ഷീണവും പരിപാടികളും മൊത്തം നമ്മളൊന്ന് മാറ്റണം. എന്നൊക്കെ ഞാനിപ്പം സ്ട്രീറ്റിൽ പോകാൻ എന്നിട്ടൊക്കെ ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ടോ, എനിക്ക് സ്ട്രീറ്റിൽ കർത്താവിനെ വചനം പ്രസംഗിക്കാണ്ട് എന്നൊക്കെ എൻ്റെ മനസ്സ് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് പിന്നെയും ഞാൻ ഏറ്റിട്ട് പിന്നെയും പോയി പ്രസംഗിച്ചു. അന്ന് എത്ര ആത്മാക്കൾ, രോഗികൾക്ക് എത്ര പേര് പ്രാർത്ഥിക്കാൻ വന്നു, എത്ര പേര് രക്ഷിക്കപ്പെട്ടു. അന്ന് ഞാൻ പോയില്ലായിരുന്നു, അവർക്ക് എങ്ങനെ രക്ഷിക്കപ്പെടുമായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് ഒരാൾക്ക് വേണ്ടി അനേകം ആത്മാക്കൾ വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങളൊന്ന് ഓർക്കണം അത്. ദ സോൾസ് ആർ വെയിറ്റിംഗ് ഫോർ യു. യു ഹാവ് ടു ഷെയർ ദ ഗോസ്പൽ. The duty is in you. Praise the Lord. Hallelujah. അത് നമ്മൾ ചെയ്യണം. സീരിയസ് ആയിട്ട് നമ്മൾ ചെയ്യണം. കർത്താവിൻ്റെ വചനത്തിന് നമ്മൾ വെള്ളം ചേർക്കരുത്. ദൈവവേലയിൽ വെള്ളം ചേർക്കരുത്. മായം ചേർക്കാതെ ചെയ്യണം നമ്മൾ. ബാക്കി എന്ത് കാര്യങ്ങളും നമ്മൾ ഒഴിവോട് പറഞ്ഞു. കർത്താവിൻ്റെ മുമ്പിൽ വചനം വായിക്കുന്നതിനും ദൈവവേലയിൽ നമ്മളൊരു അലസത കാണിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഇത് പത്രോസിൻ്റെ ഇവിടെ പറയുവാണേ, തുടർമാനോട് പത്രോസ് പറയുവാണേ, പത്രോസ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പത്രോസ് ഉത്തരം പറയുവാണ്. നീ മാത്യു ചാപ്റ്റർ 16 പറയുവാണേ, നീ ജീവനുള്ള ദൈവത്തിന് ക്രിസ്തു എന്ന് പത്രോസ് ഉത്തരം പറയുന്നു. പത്രോസ് ഇത് എങ്ങനെ വെളിപാട് കിട്ടി? അത് മാംസരക്തങ്ങളല്ല. കർത്താവ് പറയുവാണേ അവനോട്, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല, സ്വർഗസ്വനായ എൻ്റെ പിതാവ് അത്രേ നിനക്കിത് വെളിപ്പെടുത്തി. മാത്യു ചാപ്റ്റർ 16:17. പ്രൈസ് ലോർഡ്. യേശു താബോർ മലയത്തിൽ രൂപാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ സ്വർഗസ്വനായ പിതാവ് പത്രോസിന് വെളിപ്പെടുത്തി കൊടുത്തു, ഈസ് മൈ ബിലവഡ് സൺ. പ്രൈസ് ലോർഡ്. പത്രോസ് ഈ യേശു ക്രിസ്തുവിൻ്റെ താബോർ മലയിലേക്ക് ട്രാൻസ്ഫിഗറേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, പ്രൈസ് ലോർഡ്, ദ മൗണ്ട് താബോർ, അത് കഴിഞ്ഞാൽ അവിടെ വെച്ച് പത്രോസ് എങ്ങനെ മനസ്സിലായി അത് ഏലിയാവാണ്, ഇത് മോസസാണ് എന്ന് പത്രോസിന് എങ്ങനെ മനസ്സിലായി? പത്രോസ് ഓൾറെഡി ഏലിയ മോസസിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. പത്രോസ് യാക്കോ യോഹന്നാൻ അവരുടെ കൂട്ടത്തിലുണ്ട്, പോയായിരുന്നു. ഈ പത്രോസിനെങ്ങനെ വെളിപാട് എങ്ങനെ കിട്ടി? സ്വർഗസ്നായ പിതാവ് വെളിപ്പെടുത്തി കൊടുത്തു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇത് തന്നെയാണ് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി. ഇഫ് യു ആർ ഡിപ്പെൻഡിങ് ഗോഡ്, പ്രൈസ് ദ ലോർഡ്, അവർ ഗോഡ് വിൽ റിവീൽ യു ആൻഡ് എക്സ്ട്രാഓർഡിനറി തിങ്സ് ഫോർ യു. പ്രൈസ് ദ ലോർഡ്. തുടർമാനോട് കർത്താവ് പത്രോസിനോട് പറയുവാണേ, പത്രോസ് നീ പാറയാവും, നീ പാറമേൽ എൻ്റെ സഭയെ ഞാൻ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. പ്രോസിക്യൂഷൻ നിൻ്റെ മേലെ വരത്തില്ല, വന്നാലും അത് വീഴും. നിനക്കല്ലേ അപവാദങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം അതിൽ നിന്ന് മാറിപ്പോകും. ആൾക്കാർ നിന്നെ ചവിട്ടിയോ അവർ തന്നെ കാലില്ലാതായപ്പോഴുള്ളൂ. നിനക്കൊന്നും പറ്റത്തില്ല. നീ മുള്ളിൽ കൂടെ നടന്നു കഴിഞ്ഞാലും പട്ടുമേത്തേ കൂടെ നടക്കുന്ന പോലെയാണ്. നീ തീയിൽ കൂടെ നടന്നു കഴിഞ്ഞാലും അത് നല്ല കുളിർ കാറ്റ് പോലെ AC റൂമിൽ നടക്കുന്ന പോലെയാണ്. നിനക്കൊന്നും പറ്റത്തില്ല. നിങ്ങൾ സിംഹത്തിൻ്റെ മുമ്പിൽ ചെന്ന് ചാടിയാലും സിംഹം വിചാരിക്കും, നീ എൻ്റെ കൂട്ടുകാരനാണ്, ഒന്നും പറ്റത്തില്ല. ദാനിയേലൊക്കെ അങ്ങനെയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങളെ മുമ്പിൽ നടക്കും. The presence of God will go before you and after you, the left side and right side, wherever you are going, the presence of the Lord will lead you.
പ്രൈസ് ദി ലോർഡ്. തുടർമാനോട് ഞാൻ വായിക്കുന്നു എന്ന് വെച്ചാൽ കർത്താവ് പറയണേ, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും. ദ ഡൊമീനിയൻ പവർ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും തകർക്കുവാനായിട്ട്. You can tread upon the serpents, scorpion, and all the powers of the enemy. Nothing shall by any means hurt you. Praise the Lord. ഈ ഡൊമീനിയൻ പവറുള്ള ആൾക്കാർ കന്നാലിനെ നോക്കി വീട്ടിൽ ഇരിക്കത്തില്ല. അവർ കുറച്ച് നോക്കും, കുറച്ച് പറ്റത്തിൽ വിട്ട് കളഞ്ഞിട്ട് കർത്താവ് വിലയും. ഓവർ ഡ്യൂട്ടി ഒന്നും ചെയ്യാൻ പോകത്തില്ല. അത്യാവശ്യം 3-4 ദിവസം ചെയ്യും. 24 മണിക്കൂറും ഉറക്കം ഒളിച്ച് പ്രാർത്ഥിക്കാറും ഇല്ലാതെ 24 മണിക്കൂറും ജോലി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഈ പൈസ നിങ്ങൾ സമ്പാദിക്കുക. ബാങ്കിൽ പൈസ കിടക്കും, നിങ്ങൾ കിടക്കുന്നത് വെന്റിലേറ്ററിലും. ഇത്രയേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് കൊടുക്കുന്ന സമയം നമ്മൾ കർത്താവിന് കൊടുത്തില്ല എങ്കിൽ ഒരു കാലം നമ്മളല്ല ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. പറയുമ്പോൾ നമ്മൾ സമ്പാദിച്ചൊന്നും നമ്മുടെ കൂടെ വരത്തില്ല. ഈ ബാങ്ക് ബാലൻസ് ഒന്നും നമ്മുടെ കൂടെ വരത്തില്ല. ഈ ബന്ധങ്ങളൊന്നും വരത്തില്ല. നമ്മുടെ വീട്ടുകാർ വേരിയും വന്നു കഴിഞ്ഞാൽ, നമ്മുടെ സ്വന്തം ഭാര്യ വേരും നമ്മുടെ പുറകെ വന്നു കഴിഞ്ഞാൽ നോക്കിയിട്ട് ഓടും, കുഴി വെച്ച് നമ്മളെ ചവടക്കുന്ന ആ സമയത്ത്. കാരണം അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരാഴ്ച 2 മാസം കഴിയുമ്പം അവരും മറന്നു, അവരായി ഏറിയിട്ട് വരത്തില്ല. അച്ഛന്മാർ കുറച്ച് പൈസ മേടിച്ച് ഒപ്പീസും ചെയ്തിട്ട് അവർ സ്ഥലം വിടും. ആ പൈസ കൊണ്ട് ചിലപ്പോൾ അവർ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കും. എല്ലാവരും അല്ല, ചില ആൾക്കാർ. ഇത്രയേ ഉള്ളൂ. കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അത് സ്വർഗരാജ്യത്തിൽ ഇറ്റ് ഈസ് റിട്ടൺ. ഇഫ് യു ആർ ഡൂയിങ് സംതിങ് ഫോർ ഗോഡ്, ഇറ്റ് വിൽ ബി റിട്ടൺ ഇൻ ദ ഹെവൻ. അവർ ഗോഡ് വിൽ ഹോണർ യു. പ്രൈസ് ദി ലോർഡ്. അതാണ് യോൺ ചാപ്റ്റർ 14 പറയുന്നത്, ഐ വിൽ ഗോ ആൻഡ് പ്രിപ്പയർ എ വേ ഫോർ യു. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തു പറയുകയാണ്, ഞാൻ നിനക്ക് മുമ്പേ പോയിട്ട് വഴിയൊരുക്കാൻ വേണ്ടി ഞാൻ പോകുന്നു. അതാണ് പൗലോസ് പറയുന്നത്, ഞാൻ പിമ്പിലുള്ള മറന്നിട്ട് മുന്നിലുള്ളത് എനിക്ക് കിട്ടാനുള്ളത് അതിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഞാൻ ഓടുന്നു. അപ്പോൾ ഈ പ്രോസിക്യൂഷനും ഈ റിജക്ഷനും ഈ പൈസയില്ലാത്ത അവസ്ഥയും ഈ നെഗ്ലക്റ്റിങ്ങും അതേപോലെ ഇതൊന്നും ഞാൻ മൈൻഡാക്കുന്നില്ല. എൻ്റെ കല്ലെറിഞ്ഞോട്ട് ഞാൻ മൈൻഡാകത്തില്ല. കപ്പലാടം വന്നു കഴിഞ്ഞാൽ ഞാൻ ചത്തു, എനിക്ക് പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. ഞാൻ പ്രോമിസിലാണ് ജനിച്ചിരിക്കുന്നത്. കർത്താവ് എനിക്ക് വെച്ചിരിക്കുന്ന നെത്തി കിരീടം വെച്ചിട്ട് ഞാൻ ഓടുന്നത്. എന്നെ താർക്കം ഒരു വ്യക്തിക്കും പറ്റത്തില്ല. പ്രൈസ് ലോർഡ്. ഇതൊക്കെ ഇന്നല്ലേ നാളെ ഇത് മാറിപ്പോവും. എന്നെ ഉപദ്രവിക്കുന്നവർ തന്നെ അവരെല്ലാം തകർന്നു പോകും. എനിക്കൊന്നും പറ്റത്തില്ല. ആരൊക്കെ ഞാനവിടെ പോയി എവിടെ വചനം പ്രസംഗിക്കുക, പൗലോസ് എവിടെ പ്രസംഗിക്കുക, ഇടിയും തൊഴിയാണ്. പക്ഷെ അദ്ദേഹം വചനം വിട്ടോ. സമരിയ, ജൂദയ, ജെറുസലേം, in all the places he was preaching the gospel, witnessing the God. ഈ പൗലോസ് സഭയെ ഉപദ്രവിച്ച വ്യക്തിയാന്ന് ഓർക്കണം. ദൈവസഭയെ ഉപദ്രവിച്ച വ്യക്തിയെന്ന് ഓർക്കണം. ഇന്ന് നിങ്ങളെ ദൈവസഭയെ നിങ്ങൾ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും, അല്ലെന്നുണ്ടെങ്കിൽ കർത്താവ് ശക്തമായിട്ട് നിങ്ങളെടുത്ത് ഉപയോഗിക്കും. ഏതെങ്കിലും ഒന്ന് എഴുതി വെച്ചു. കർത്താവിൻ്റെ വചനത്തെ ആരും തള്ളിക്കളയരുത്. The power of the Lord, word of God is so powerful. Praise the Lord. കർത്താവിൻ്റെ വചനം ശക്തമാണ്. ആരൊക്കെ ഈ വചനം തകർക്കാൻ ശ്രമിച്ചു അവർ തന്നെ തകർക്കുക ചെയ്യാൻ, അല്ല കർത്താവിനൊന്നും പറ്റിയില്ല. അതാണ് ഈ അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിക്കുകയാണെങ്കിൽ നമുക്കറിയാവേ. അപ്പം ഈ ഹെരോദ രാജാവ് എന്ന് വെച്ചാൽ ആക്ട്സ് ചാപ്റ്റർ 12 വേഴ്സസ് 1. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയട്ടെ. ഐ വിൽ ബി ക്ലോസിങ് വിതിൻ 5 മിനിറ്റ്. ഓക്കെ, ഇത് ആക്സ് കർത്താവിൻ്റെ വചനം തകർക്കാൻ ശ്രമിക്കുന്ന ആ വ്യക്തിക്ക് പറ്റിയ കാര്യം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് കേൾക്കണേ. ആക്സ് ചാപ്റ്റർ 12 വേഴ്സസ് 1. ഇതാണ് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈ നീട്ടി. ആക്സ് ചാപ്റ്റർ 12 വേഴ്സസ് 2. ഇതിൽ പറയുവാണേ, യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. തുടർമാനമായിട്ട് പറയുവാണ്, അത് യഹൂദന്മാർക്ക് പ്രസാദമായി. നമ്മൾ ആരെങ്കിലും അവഹേളിച്ച് കഴിഞ്ഞ് ഇത് കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുന്ന അവഹേളിച്ച് കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് പ്രസാദമാകും. പ്രൈസ് ലോർഡ്. പക്ഷേ കർത്താവിന് മുമ്പ് പ്രസാദമല്ല അത്. കർത്താവിന് വേണ്ടി വചനത്തിൽ പ്രസംഗിക്കുന്ന ആരെങ്കിലും എന്ത് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ കണ്ണിനെ കൃഷ്ണമണിയെ തൊടുന്നു, നമ്മളത് മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പറയുവാണേ, അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ടു അവൻ പത്രോസിനെ പിടിച്ചു. അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളായിരുന്നു. തുടർമാനോട് പറയുവാണേ, പത്രോസിനെ അവൻ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ആക്ട് ചാപ്റ്റർ 12 വേഴ്സസ് 5. ഹെരോദോ അവനെ ജനത്തിൻ്റെ മുമ്പിൽ നിർത്തുവാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രോസിനെ തലവെട്ടാൻ വേണ്ടി പോവുക എന്ന് അവർ ചിന്തിച്ചു. പക്ഷേ കർത്താവ് ചിന്തിച്ച് സ്വർഗരാജ്യത്തിന് താക്കൽ കൊടുത്തു. ഈ ഭൂമിയിൽ കെട്ടുന്ന സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഈ ഭൂമിയിൽ അഴിക്കുന്ന സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും. വാഗ്ദത്തം കിടക്കുന്നു. നമ്മളെല്ലാം വാഗ്ദത്തത്തിൽ ജനിച്ച ആൾക്കാരാണ്. വി ആർ ഇൻ ദ പ്രോമിസസ് ഓഫ് ലോർഡ്.
അതാണ് പറയുന്നത്. അതാണ് അതുകൊണ്ട് വാക്തത്വം കിടക്കുന്ന ഒരാളെ തൊട്ട് കളിക്കുന്നവർ സൂക്ഷിക്കണം. നടക്കത്തില്ല. നിങ്ങളുടെ വേലത്തരം ഒന്നും നടക്കത്തില്ല. ഒരു വേലത്തരം നടക്കത്തില്ല. നിങ്ങൾ തകരുമില്ല, അവർക്കൊന്നും പറ്റത്തില്ല. തുടർമാനായിട്ട് കേട്ടോ, ഞാൻ വായിക്കാം. ഇത് പറയുകയാണേ, ഹെരോദാവ് അവനെ ജനത്തിന് മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിൻ്റെ തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങിയായിരുന്നു. ഉറക്കം വലിച്ചുറങ്ങുക, നാളെ കഴുത്ത് കണ്ടിക്കാൻ പോവുക. എന്തുകൊണ്ട് പത്രോസ് ഉറങ്ങാൻ പറ്റിയ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ വാഗ്ദത്തം കിടക്കുകയാണ്. അതായത് നീ പാറയാവുന്ന ഈ പാറയിൽ എൻ്റെ സഭ ഞാൻ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. ഈ തടവറ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നെല്ലാം നീ പുറത്തു വരും. പ്രൈസ് ലോർഡ്. വാഗ്ദത്തം പത്രോസിന് മേലെ കിടക്കുന്നു. ദ പ്രോമിസ് ഇസ് ദേർ ഇൻ ഹിം. കർത്താവിൻ്റെ വാഗ്ദത്തത്തിൽ നടക്കുന്ന വ്യക്തികളാണ്. നിങ്ങൾ തകരത്തില്ല പ്രിയമുള്ളവരെ. ഈ വാഗ്ദത്തം നിങ്ങളെ രക്ഷിക്കും. യു ആർ ദ ബ്ലസ്ഡ് പേഴ്സൺ, ചോസൻ പേഴ്സൺ. നിങ്ങൾ അനുഗ്രഹത്താൽ അനുഗ്രഹിക്കപ്പെടും, വർദ്ധിക്കപ്പെടും, എല്ലാം വേള അനുഗ്രഹിക്കപ്പെടും. ശത്രുവിൻ്റെ നിങ്ങളുടെ എതിരാളികൾ ഒന്നിനും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. അത് അവരുടെ നാശത്തിനും നമ്മുടെ രക്ഷയ്ക്കുള്ള ദൈവത്തിൻ്റെ അടയാളമാണ്. പ്രൈസ് ലോർഡ്. ആയിരിക്കും നമ്മളെ കെട്ടാൻ ശ്രമിക്കുന്നു, ആയിരിക്കും നമ്മളെ താർക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്കൊന്നും പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ല. അനുഭവത്തിൽ എന്നാ പറയും. അനുഭവമുള്ള ആളാണ് ഇരിക്കുന്നത്. നീ കർത്താവിൻ്റെ വചനം എടുത്തിരിക്കുന്ന അനുഭവത്തിൽ നിന്നാണ്. ഇതാരും കോളറെ പിടിച്ച് കഴിഞ്ഞ് മാറിപ്പോകുന്നൊന്നുമില്ല, നടക്കത്തില്ല. ഒരാളുടെ വേലത്തരം നടക്കില്ല. എൻ്റെ അടുത്ത് കർത്താവിൻ്റെ ശക്തി അറിഞ്ഞ വ്യക്തിയെ. പ്രൈസ് ദി ലോർഡ്. കണ്ണുരുട്ടിയാലൊന്നും പുറകോട്ട് പോകത്തില്ല. മരിക്കണേ അവിടെ മരിച്ചു വീഴും, സംശയമില്ല കാര്യത്തിൽ. ആരും എൻ്റെ അകത്ത് തൊടത്തില്ല. ആ കർത്താവിൻ്റെ പ്രൊട്ടക്ഷനിക്കുണ്ട്. ജീവനോളം നടന്ന് കർത്താവിനെ ആഗ്രഹിക്കുന്ന കാലം വരെയും ദീർഘായുസോടെ വചനം പ്രസംഗിച്ചുകൊണ്ട് തന്നെ കർത്താവിൻ്റെ ആത്മാവിനെ വിളിക്കും. ആരുടെയും കൈയാണെന്ന് ഞാൻ മരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇത് പത്രോസിന് പറ്റിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെരോദാവ് അവനെ ജനത്തിന് മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ച തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങിനാൽ ബന്ധിക്കപ്പെട്ടതിന് 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങിയായിരുന്നു. വാതിലിൻ്റെ മുമ്പിൽ കാവൽക്കാർ കാത്തുകൊണ്ടിരുന്നു. കാവൽക്കാരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷനായി. ആറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ ആക്ട്സ് ചാപ്റ്റർ 12:7 വെളിച്ചം അവന് പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്കാമെന്ന് പറഞ്ഞു. അവനെ ഉണർത്തി തട്ടിയേൽപ്പിച്ചു. പ്രൈസ് ലോർഡ്. ഇന്ന് കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടെന്ന് കിടക്കുവാണെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. നിങ്ങൾ വാഗ്ദത്തത്തെ വിശ്വസിച്ച് നിങ്ങളവിടെ കിടന്നാൽ മതി. കർത്താവ് വഴി തുറന്നു വരും. എൻ്റെയൊക്കെ വഴികൾ മുട്ടിയ അവസരം, മുന്നോട്ട് പോകാൻ പറ്റത്തില്ലാത്ത അവസരത്തിലൊക്കെ കർത്താവിൻ്റെ സാന്നിധ്യം എന്നെ വന്ന് രക്ഷപ്പെടുത്തിയത്. പല ഏറിയയിലൊക്കെ എത്ര പേരെന്നെ പറ്റിക്കാൻ ശ്രമിച്ചവർ കർത്താവ് എനിക്ക് വെളിപാട് തന്നു. അത് ഇന്നല്ല അവരുടെ അടുത്ത് ഈ വഞ്ചനകളെല്ലാം ഞാൻ പുറത്തു വന്നു. നിങ്ങൾ കർത്താവിന് വേണ്ടി വേല ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കർത്താവ് നിങ്ങളെ തട്ടി പറയും. അവർ ഗോഡ് വിൽ ഗീവ് യു ദ ടച്ചിങ്. പ്രൈസ് ദി ലോർഡ്. സോ ദാറ്റ് യു വിൽ ഗെറ്റ് എ റെവലേഷൻ. യു ആർ ഗോയിങ് ദിസ് ഇസ് എ റോങ് വേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ജസ്റ്റ് അവിടെ ഇരുന്നാൽ മതി. ദൈവകാര്യം ചെയ്യുന്ന ആൾക്കാർ ചുമ്മാ അവിടെ ഇരുന്നാൽ മതി. നമ്മൾ വലിയ ആനവരുത കാര്യം ചെയ്യാൻ വേണ്ടി പോകേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ കർത്താവിൻ്റെ വാഗ്ദത്തം നമ്മൾ കിടക്കുക. ഒന്നും ഒരിക്കലും ഒരു ദോഷം നമുക്ക് ഭവിക്കത്തില്ല. എല്ലായിടത്തും ഇപ്പോഴും എഴുതി വെച്ചു, കുറിച്ച് വെച്ചു. എല്ലായിടത്തും എല്ലായ്പ്പോഴും യേശുക്രിസ്തുവിൽ ഞാൻ പൂർണ്ണ ജയാളിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വാഗ്ദത്തം നമ്മളെ നയിക്കും. ഈ വാഗ്ദത്തം നമ്മളെ എല്ലാ മേഖലയും നമ്മളെ വർദ്ധിപ്പിക്കും. പ്രൈസ് ലോർഡ്. ദുഷ്ടൻ്റെ ഒരായുധവും നമുക്കെതിരെ വഹിക്കത്തില്ല. ശത്രുക്കളുടെ ഒരായുധവും വലിക്കത്തില്ല. അത് അവരുടെ നാശത്തിനും നമ്മുടെ രക്ഷയ്ക്കുള്ള ദൈവത്തിന് അടയാളമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് പറയുവാണേ. അപ്പം ദൂതൻ പറയുവാണ്, ആക്ട്സ് ചാപ്റ്റർ 12:8 ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പിട്ടു മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. അവൻ്റെ വസ്ത്രം പൊതിച്ചു എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. ആക്ട്സ് ചാപ്റ്റർ 12:10 പറയുവാണേ, അവൻ 1-ാം കാവലും രണ്ടാമത്തേന്ന് കടന്ന് പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിൽ എത്തി. അത് അവർക്ക് സ്വതേകം തുറന്നു. ഇരുമ്പ് വാതിൽ സ്വന്തമായിട്ടങ്ങ് തുറന്നു. ഓട്ടോമാറ്റിക് ഡോർ പോലെ. ഇതാണ് ചങ്ങലകൾ. കർത്താവിനെ നിങ്ങൾ സെർവ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ മുമ്പിലുള്ള ചെയിൻ ഓട്ടോമാറ്റിക്കായിട്ട് ലൂസാവും. ഇപ്പം ബിസിനസ് മേഖലകളിലൊക്കെ തകർന്നിരിക്കുന്ന ആൾക്കാർ കേട്ടോ അത്. ഇപ്പം എനിക്ക് പുഷിങ് ഉള്ളിൽ നിന്ന് പറയാനായിട്ട് ബിസിനസ് മേഖല നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മേഖല കർത്താവ് നിങ്ങൾ നടത്താൻ പോവുക. പക്ഷേ ദൈവവേലയ്ക്ക് കൊടുക്കണം. കർത്താവിൻ്റെ സ്ട്രീറ്റ് മ്യൂസിക് ചെയ്യുന്ന അപ്പം എന്തെങ്കിലും ചെറിയ വീതം സ്ട്രീറ്റ് മ്യൂസിക് ചെയ്യുന്നവർക്കും കൊടുക്കണം. കർത്താവിന് വേലയ്ക്ക് വേണ്ടി വീതം കൊടുക്കണം. അത് എവിടെയാണെങ്കിലും കൊടുക്കണം. കർത്താവ് നിങ്ങളെ വർദ്ധിപ്പിക്കും.
ജോലി ഇല്ലാത്തവർക്ക് ജോലി കർത്താവ് തരാൻ വേണ്ടി പോവുക. നിങ്ങളുടെ ഇരുമ്പ് വാതിൽ തുറക്കാൻ വേണ്ടി പോവുക. ദുഷ്ടൻ കെട്ടിവെച്ചിരിക്കുന്ന ആ ചങ്ങല അഴിയാൻ പോകുമ്പോൾ ഇരുമ്പ് വാതിൽ നിങ്ങൾക്ക് വേണ്ടി സ്വയമേ തുറക്കാൻ പോവുക. ജോലിയുടെ വലിയൊരു ഓപ്പൺ നിങ്ങൾക്ക് വരുവാണിപ്പം. ബിസിനസ്സിൻ്റെ വലിയൊരു ഓപ്പൺ വരുവാണ് ഇവിടെ. എനിക്കത് പറയാനായിട്ട് പുഷിങ് വരുന്നു. അതുകൊണ്ടാണ് പറയുന്നേ, ഇപ്പം മുന്നോട്ട് എനിക്ക് പോകാനായിട്ട് പറ്റുന്നില്ല. കർത്താവിൻ്റെ വചനം പ്രസംഗിക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നില്ല. അപ്പം ഇത് പറയാനായിട്ടാണ് വിശുദ്ധാത്മ പറയുന്നത്. എന്ന് കഴിഞ്ഞാൽ ജോലിയുടെ വലിയൊരു ഓപ്പണിങ് നടക്കുക. അപ്പം പ്രൈസ് ദി ലോർഡ്. ബിസിനസ് മേലുള്ളവർക്ക് വലിയൊരു ഓപ്പണിങ് വരാൻ വേണ്ടി പോകും. നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന ആ ചെങ്ങല ഇരുമ്പ് വാതിൽ തന്നെ തുറക്കുക. നിങ്ങളറിയാത്ത രീതിയിൽ കർത്താവ് നിങ്ങളെ നയിക്കാനായിട്ട് പോവുക. കാരണം നിങ്ങൾ കർത്താവിൻ്റെ അഭിഷിക്തരാണ്. ഞാൻ പറയുന്നത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടൊരു ദൈവം ഇതിലൂടെ പറയുന്നത്. ഈ ലോകത്തിൽ ജീവിക്കുന്ന ആൾക്കാരോടല്ല ഈ വാക്തത്വം പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടിയല്ല. ഒരാളാണ് ഒരാളോടെയാണ് സംസാരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇത് പ്രൊഫസിയാ. ഇത് തന്നെ സംഭവിക്കും. If you are not born again, you have to born again. If you are not baptized, you have to take water baptism. The born again and promise is only for the born again and baptized people. വീണ്ടും ജനിച്ച വ്യക്തിക്ക് ഈ പ്രോമിസ് ഉള്ളൂ. You will get only protection from the God if you are born again. If you are living in Gentiles, you will not get any protection from God. Praise the Lord. Hallelujah. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം. അപ്പോൾ എന്ന് വെച്ചാൽ ഈ പത്രോസ് എന്നു വെച്ചാൽ പത്രോസ് സുബോധം വന്ന് കർത്താവിൻ്റെ ദൂതനെ അയച്ചു. ഹെരോദാവിൻ്റെ കയ്യിൽ നിന്ന് യഹൂദ ജനത്തിൻ്റെ സകല പ്രതീക്ഷയിൽ നിന്ന് എന്നെ വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വസ്തുമായി അറിയുന്നു എന്ന് പറഞ്ഞു. ആക്ട്സ് ചാപ്റ്റർ 12 വേഴ്സ് 11 പറയുവാണേ. അത് തുടർമാനമായിട്ട് നമുക്കറിയാം. തുടർമാനമായിട്ട് നമ്മൾ ആക്ട്സ് വായിക്കുമ്പോൾ നമുക്കറിയാവേ, ഈ ഹെരോദാവ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആക്ട്സ് ചാപ്റ്റർ 21 വരുവാണെങ്കിൽ ഈ പത്രോസ് ഈ യാക്കോബിനെ കൊന്ന ഈ ഹെരോദനെ പറ്റി ചിന്തിച്ച് നോക്കി. അതൊന്നും ജസ്റ്റ് ഇത് പറയാൻ വേണ്ടി ഇത്ര ഞാൻ പറഞ്ഞത്. ദൈവവചനത്തെ അവഹേളിക്കുന്നവർക്ക് എന്ത് പറ്റും? പ്രൈസ് ദി ലോർഡ്. ഇത് പറയാനായിട്ട് ഇത്ര സമയം എടുത്തത്. ഈ 25 മിനിറ്റ് പറയാൻ 30 മിനിറ്റ് പറയാനായിട്ട് ഈ ഒറ്റ വാക്യം പറയാനായിട്ടാണ് ഞാൻ എടുത്തത്. പ്രൈസ് ദി ലോർഡ്. ഇത് പറഞ്ഞു നടക്കുന്നത് വെച്ചാൽ ആക്ട് ചാപ്റ്റർ 12 വേഴ്സ് 21 പറയുവാണേ, നിശ്ചയിച്ച ദിവസങ്ങളിൽ ഹെരോദാവ് രാജവസ്ത്രം ധരിച്ച് ഭദ്രാനസ്ഥിരുന്നു. ഈ പുള്ളിക്കാരൻ തന്നെയാണ് യാക്കോബിനെ കൊന്ന വ്യക്തി, കർത്താവിൻ്റെ അഭിഷേകത്തിനെ പിടിച്ച വ്യക്തി, പത്രോസിനെ പിടിച്ച് കാരായത്ത് കൊല്ലാൻ വേണ്ടിയിട്ട വ്യക്തി. ഈ വ്യക്തിയാണ് നിശ്ചയിച്ച ദിവസത്തെ ഹെരോദാവ് രാജവസ്ത്രം ധരിച്ച് ഭദ്രാനസ്ഥിരുന്ന് അവരോട് പ്രസംഗം കഴിച്ചു. ഇങ്ങനെ പ്രസംഗിക്കുക ജനങ്ങളോട്. ജനങ്ങളൊക്കെ പേടിച്ച് എന്നാ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ പറയുകയാണ്, ഇത് മനുഷ്യൻ്റെ ശക്തിവല്ല, ഒരു ദേവൻ്റെ ശക്തിവത്ത് എന്നൊന്ന് ആർത്ത് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവരിങ്ങനെ ഹെരോദാവിനെ ദൈവമായിട്ട് കണ്ടു. വെറുതെ സൃഷ്ടാനപ്പനെ കണ്ടു. പ്രൈസ് ദി ലോർഡ്. തുടർമാനായിട്ട് പറയുന്നത് നമ്മൾ കേൾക്കണേ. നോക്കുവാണെങ്കിൽ ആക്ട് ചാപ്റ്റർ 12 വേഴ്സസ് 23 ഇത് പറയുവാണേ, അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാൽ കർത്താവിൻ്റെ ഒരു ദൂതൻ അവനെ അടിച്ചു. ദൂതൻ വന്ന് അടിച്ചു. ദൂതൻ ഒറ്റ അടി കൊടുത്തു. ദൂതൻ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ദൂതൻ്റെ ഹെൽപ്പ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊല്ലാൻ ഒരു ദൂതൻ വിതിൻ എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്, ഒറ്റ സെക്കൻഡ് കൊണ്ട് ദൂതന്മാർക്ക് ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊല്ലാൻ പറ്റും. പഴയ നിയമത്തിൽ നിങ്ങൾ എടുത്തു വയ്ക്കൂ. ഈ ദൂതന്മാർ നമ്മൾ ഈ ജോലി ലാസ് പറഞ്ഞാൽ അനുസരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. പക്ഷെ ദൂതന് കർത്താവിൻ്റെ നാമം എടുക്കാൻ അധികാരമില്ല. ദൂതന് the angels are not permitted to preach the gospel. Only you and me, we are permitted, we are allowed to preach the gospel. The angels are not allowed. Angels are waiting for you and me. സൃഷ്ടി ദൈവോത്തരന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. Praise the Lord. Hallelujah. ഈ ദൂതന്മാർ നമ്മൾ പോകുന്ന വഴിക്ക് ദൂതന്മാർ നമ്മളെ കാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഏഞ്ചൽസ് ആർ വെയിറ്റിംഗ് ഫോർ യു വേർ യു ആർ ഗോയിങ്. ഈ ദൂതനാണ് ഈ ഒരു രാജാവിൻ്റെ ഒറ്റ അടിയാൻ കൊടുത്തു പോയിട്ട്. ഇതാണ് പറഞ്ഞത്, അവൻ ദൈവത്തിന് മാത്രം കൊടുക്കാതെ കർത്താവിൻ്റെ ദൂതൻ ഉടനെ അവനൊരു അടി കൊടുത്തു. അവന് ക്രമിക്ക് ഇരയായി പ്രാണനെ വിട്ടു. അതാണ് രാജാവിൻ്റെ പരിപാടി കഴിഞ്ഞു. യാക്കോബിനെ കൊന്ന വ്യക്തി എങ്ങനെ ദൂതനെ അടിച്ച് നിലത്തിട്ടു. ഇത് തന്നെ പറ്റുന്നു. കർത്താവിൻ്റെ വേല തടസ്സപ്പെടുത്താൻ ആര് ശ്രമിച്ചാലും, കർത്താവിൻ്റെ അഭിഷിക്തന്മാരെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കർത്താവിൻ്റെ ദൂതന്മാർ അടിയിൽ നിന്നും കാട്ടിക്കിട്ടും. ഇന്നല്ലേ നാളെ നിങ്ങളുടെ തലമുറകൾ നശിക്കും. പരിതല്ലോ കർത്താവിൻ്റെ വചന ശക്തി, കർത്താവിൻ്റെ അഭിഷിക്തനെ പ്രൊട്ടക്ഷൻ കൊടുത്ത കർത്താവ് ശക്തനാണ് പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട്. ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കം ബാക്ക് ടു ദ ഗോഡ് റൈറ്റ് നൗ. പ്രൈസ് ദി ലോർഡ്.
You have to come back to the God right now. കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുന്നവരെ നമ്മളെ പ്രോത്സാഹിപ്പിക്കണം. ഞാനൊക്കെ കർത്താവിൻ്റെ വചനം പ്രസംഗിച്ചപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലായിരുന്നു. എന്നെ പ്രോത്സാഹിപ്പിച്ച വ്യക്തികളൊക്കെയാണ് ഇന്ന് ഞാൻ പ്രസംഗിക്കാൻ വിളിക്കുന്നത്. സൗത്ത് ആഫ്രിക്കയിലൊക്കെ ഒരു ഡെനീസ് എന്ന് പറഞ്ഞ പാസ്റ്റർക്ക് എന്നെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. ആ പാസ്റ്റർക്ക് ഇന്ന് ശക്തിനെ പ്രസംഗിച്ചതിൽ ഞാൻ കർത്താവിൽ സന്തോഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ചെറിയ പ്രോത്സാഹനം കിട്ടി എന്ത് കാര്യമായിരുന്നു എനിക്കറിയാം കർത്താവിനെ പ്രഘോഷിക്കാനായിട്ട്. അപ്പം നമ്മൾ കർത്താവിൻ്റെ വചനം ദൈവവേല അയക്കുന്നവരെ നമ്മൾ ഒരു താങ്ക്സ് എങ്കിലും പറയണം. തെരുതരെ പറയണേ ഒരു പ്രാവശ്യം നല്ലതെന്ന് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ഹോണർ ചെയ്യും. ആർക്കും തുറക്കാൻ പറ്റാത്തൊരു വാതിൽ അടയ്ക്കാൻ പറ്റാത്ത വാതിൽ കർത്താവ് നമുക്ക് വേണ്ടി തുറക്കും. പ്രൈസ് ദി ലോർഡ്. മരുഭൂമിയിൽ നമുക്ക് സമൃദ്ധി ലഭിക്കും. നമ്മുടെ ഇരുണ്ട വേളകൾ മധ്യാഹ്നം പോലെയാകും. യാക്കോവിൻ്റെ താഴ്ന്ന കൂടാരം കർത്താവ് പണിയും. ഇസ്ഹാക്ക് ദാരിദ്ര്യത്തിലും ഫാമിൻ ടൈമിൽ ഇസ്ഹാക്ക് വിതച്ചു, 100 മേനി കൊയ്തു. മരുഭൂമിയിൽ നിങ്ങൾക്ക് സമൃദ്ധി ലഭിക്കും. നിങ്ങളുടെ വേര് യു ആർ റൂട്ടഡ് ഇൻ ദ വാട്ടർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ കൊറോണ വൈറസ് കാലത്തും ലോക്ക്ഡൗൺ കാലത്തും എല്ലാ മേഖലകളിലും ഇൻ ഓൾ ദ ടൈംസ് ഇൻ ഓൾ ദ ഏരിയസ് യുവർ ലൈഫ് യു വിൽ ഗെറ്റ് ഫ്ലറിഷ്. You will get flourish day by day. എല്ലാ മേഖലകളിലും നിങ്ങൾ വർദ്ധിക്കും. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി സംസാരിക്കണമെന്നുണ്ട്. ഇതോടെ നിർത്തുവാണേ. ഇന്ന് പ്രസംഗിക്കാൻ വന്നതല്ല. കുറച്ച് പറഞ്ഞ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വേറെ രീതിയിലാണ് ലീഡ് ചെയ്ത്. ഇത് എല്ലാ ദിവസവും അങ്ങനെയാണ് പ്രസംഗിച്ചത്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എനിക്ക് അടുത്ത സെക്ഷൻ തുടങ്ങണം. 2-5 മിനിറ്റോടെ അടുത്ത സെക്ഷൻ തുടങ്ങണം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു മിനിറ്റ് പ്രാർത്ഥിക്കട്ടെ. പിതാവ് നന്ദിയോടെ സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തെ പിതാവെ ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തെ രുദ്ധത്തക്കന അബരത്തിത്തക്കനെ ശീച്ചത്ത ചന്തക്കന ത്രീ ദുതപ്പത്തക്കന തുരത്താത്തക്കന തുരുത്തിക്കന ത്രീ ദുതക്കാലത്തക്കനെ രതി. The name of Jesus Christ. Father, in the name of Jesus Christ, I pray for everybody. The people are watching online. I pray for them, especially the sick people. The people are watching any of the sickness, infirmities, anxiety, and depressions, Father. I pray for them, Father. In the name of Jesus Christ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഈ അസുഖങ്ങൾ വിട്ടുമാറട്ടെ. കർത്താവിൻ്റെ ശക്തി അവരിലേക്ക് വരട്ടെ. കർത്താവ് അസുഖത്തിൽ നിന്ന് മോചനം കിട്ടട്ടെ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ. In the name of Jesus Christ, I bless each one of them. The people are having a desire to do something for God. Let your anointing go to them, Father. അതാണ് കർത്താവ് പറയുന്നത്. നിങ്ങൾ പരിശുദ്ധനാൽ അഭിഷേകം പ്രാർത്ഥിക്കുന്നു. ഈ അഭിഷേകം നിങ്ങൾക്ക് പറഞ്ഞു തരും എല്ലാ കാര്യങ്ങളും. പരിശുദ്ധനാൽ നമ്മൾ അഭിഷേകം പ്രാർത്ഥിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ ഇൻ ജീസസ് നെയിം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നാളെ എല്ലാവരും വാച്ച് ചെയ്യണം. 6 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യും. ദർ ഈസ് എ ഇംഗ്ലീഷ് മെസ്സേജ് എവറി ഡേ ഇസ് നോൺ സ്റ്റോപ്പ്. പ്രൈസ് ദി ലോർഡ്. All the men of God and women of God, they will be sharing the word of God. This wonderful platform, Shake the Nation, Jolly Lasses, Shake the Nations, okay. പേജ് ലൈക്ക് ചെയ്തില്ലാത്തൊരു പേജ് നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഒത്തിരി ഫ്രണ്ട് റിക്വസ്റ്റ് വന്നിരിക്കുകയാണ്. ആ ഫ്രണ്ട് റിക്വസ്റ്റ് എനിക്ക് അക്സെപ്റ്റ് ചെയ്യണം. അപ്പം ഉള്ള ആൾക്കാരെ എനിക്ക് റിമൂവ് ചെയ്യണം ഫ്രണ്ട് റിക്വസ്റ്റ് പ്രൊഫൈലിൽ നിന്ന്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ലൈക്കും അതേപോലെ തന്നെ കമൻറ്റും തരാത്ത ആൾക്കാരെയൊക്കെ അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ലെന്ന് അതിൻ്റെ അർത്ഥം. അവരെ ഞാൻ ഫ്രണ്ട് റിക്വസ്റ്റ് ഞാനിപ്പോൾ റിമൂവ് ചെയ്യും. പുതിയ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യും. അവരെല്ലാം കർത്താവിൻ്റെ വചനം കേൾക്കട്ടെ. നിങ്ങൾക്ക് എൻ്റെ പേജ് ലൈക്ക് ചെയ്യാം. തുടർന്ന് എൻ്റെ വചനങ്ങൾ കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും എന്നുവെച്ചാൽ കർത്താവിൻ്റെ വചനം റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ റിമൂവ് ചെയ്യത്തില്ല. എന്നുവെച്ചാൽ കമൻസും എന്താ വെച്ചാൽ അവർ നിങ്ങൾ അറ്റ്ലീസ്റ്റ് യു ആർ റെസ്പോണ്ടിങ്, യു ആർ ഹിയറിങ് ദ വേർഡ് ഓഫ് ഗോഡ്. ദ റെസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ ഹിയറിങ് വേർഡ് ഓഫ് ഗോഡ് ഓർ നോട്ട്, ഐ ഡോണ്ട് നോ. സോ ഐ വിൽ റിമൂവ് ദം ആൻഡ് ഐ വിൽ ആഡ് ന്യൂ പീപ്പിൾ. ഓക്കെ, ഐ വിൽ ഗിവ് ദ ചാൻസ് ടു ദം. അങ്ങനെ ചെയ്യും. അത് ഒത്തിരി ആൾക്കാർ കർത്താവിനെ അറിയട്ടെ. ദൈവരാജ്യം വളരട്ടെ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെ 6 മണി തൊട്ട് 7:30 വരെ ഇംഗ്ലീഷ് മെസ്സേജ്, 6 PM to 7:30 PM ഇംഗ്ലീഷ് മെസ്സേജ്. അമേസിങ് choir teams are joining with us. Praise the Lord. Day by day, every day. And 8 PM to 9 PM, 8:15 PM to 9 PM Malayalam message. Praise the Lord. God bless you. See you tomorrow UK time at 6 PM to 7:30 PM English message, and 8:15 PM to 9 PM Malayalam message. See you tomorrow. Bye.